ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്റാറ്റ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നവംബർ ഇസ് ദ മന്ത് ഓഫ് മൈഗ്രേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഹൻസ്ദ സൗവീന്ദ്ര ശേഖറിൻ്റെ ചാപ്റ്ററാണിത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രൊഫഷണലി അദ്ദേഹം ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിലും അദ്ദേഹം പാഷൻ നോക്കുവാണെങ്കിൽ അദ്ദേഹം ഒരു റൈറ്ററാണ്. അദ്ദേഹം മെയിനായിട്ടും ആദിവാസി കമ്മ്യൂണിറ്റീസിൻ്റെ ജീവിതത്തിനെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസുകളിലൊക്കെയാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ എസ്പെഷ്യലി സാന്താൾ കമ്മ്യൂണിറ്റിയിൽ, സാന്താൾ ട്രൈബിലത്തെ ആളുകളുടെ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവൽ ദ മിസ്റ്റീരിയസ് എയിൽമെൻറ്റ് ഓഫ് റുപ്പി ബാസ്കെ എന്നുള്ള പറയുന്നൊരു നോവലാണ്. അതിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ഇന്ത്യ യങ് റൈറ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല, അത് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഉണ്ട്, ദ ആദിവാസി വിൽ നോട്ട് ഡാൻസ് എന്നുള്ളത്. പിന്നെ അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്റർ കൂടിയാണ്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഈ പഠിക്കാനുള്ളത് നവംബർ ഇസ് ദ മന്ത് ഓഫ് മൈഗ്രേഷൻസിൻ്റെ അല്ലെങ്കിൽ മൈഗ്രേഷൻ്റെ ഒരു മാസമാണ് നവംബർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ അതൊരു മാർജിനലൈസ്ഡ് സബാൾട്ടേൺ സാന്താൾ വുമൻ്റെ കഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് ആദിവാസി വിൽ നോട്ട് ഡാൻസ് എന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിലത്തെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഞാൻ ആ കഥയിലോട്ട് പോകുന്നതിന് മുന്നേ അതിന് കുറച്ച് ഇൻട്രൊഡക്ഷൻ തരികയാണ്, എന്നിട്ട് നമുക്ക് കഥ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സബാൾട്ടേൺ അല്ലെങ്കിൽ ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ട്രൈബൽ വുമണിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രൈബൽ സ്ത്രീയുടെ എന്താ പറയുക, ആദിവാസി വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ ജീവിതമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശപ്പും അതേപോലെ തന്നെ പൈസയില്ലായ്മ, സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും അവർക്ക് വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു എന്താ പറയുക ജവാനുമായിട്ട് നടക്കുന്ന സെക്ഷൽ എൻകൗണ്ടർ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിനകത്ത് മെയിനായിട്ടും അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിജീവിക്കാൻ വേണ്ടിയിട്ട്, വിശപ്പടക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അഭിമാനവും എല്ലാം അടിയറവ് വെക്കേണ്ടി വരുന്ന ട്രൈബൽ വിമൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആ ഒരു സ്ത്രീ കഥാപാത്രം അതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സെക്ഷൽ എൻകൗണ്ടർ നടക്കുന്നത് ഒരു ജവാനായിട്ടാണ്. ഇപ്പോൾ ഒരു ജവാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഒരു മറ്റുള്ളവരെ തന്നെ സാധാരണക്കാരായ ജനങ്ങളെ അദ്ദേഹം എന്നല്ല, ആ ഒരു വ്യക്തി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടെന്ന, മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റോളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് മാറുന്നത്. മറ്റുള്ളവരെ എസ്പെഷ്യലി സ്ത്രീകളെ അല്ലെങ്കിൽ ആ നമ്മുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള തലമ എന്ന് പറയുന്ന സ്ത്രീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളാണ് അവിടെ മുൻകൈ എടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണുന്നു. അപ്പോൾ ഒരു പോലീസ്മാൻ അല്ലെങ്കിൽ ജവാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു അതോറിറ്റിയാണ്, സിമ്പിൾ ഓഫ് അതോറിറ്റിയാണ്, അതേപോലെ തന്നെ സിമ്പിൾ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. ഇതൊക്കെ ആയിട്ട് കൂടെ അവരുടെ അടുത്ത് പോലും ഈ പറയുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ഒരു സേഫ്റ്റി കിട്ടുന്നില്ല എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക സെക്ഷൽ എൻകൗണ്ടറിൻ്റെ ടൈമിലൊക്കെയും അവൾക്ക് അവിടെ സൈലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അവളുടെ സമ്മതമോ അല്ലെങ്കിൽ മൗനാനുവാദമായിട്ടോ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അതൊക്കെയും അവളുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു, സർവൈവലിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി. അവരുടെ ഗതികേടാണ്, അവർക്കൊരു നിലനിൽപ്പിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവളുടെ ഒരു കഷ്ടപ്പാടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു സബ്ജുഗേഷൻ, അവളവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജുഗേഷൻ, അവളവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ, അതൊന്നും ആ ഒരു സ്ത്രീയുടെ മാത്രമായിട്ടുള്ള കാര്യമല്ല, അത് ആ എൻ്റയർ കമ്മ്യൂണിറ്റിയുടെ, എസ്പെഷ്യലി കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളുടെ ഗതികേടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദയ കിട്ടാൻ വേണ്ടി, പിറ്റി കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ ഞാൻ പറയുന്ന ടെക്സ്റ്റിലുള്ള ഓൾറെഡി ചാപ്റ്ററിന് ശേഷം വന്നിട്ടുള്ള സെക്ഷനില്ലേ, എന്താ പറയുക കുറച്ച് എക്സ്പ്ലനേഷൻ വരുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ച് ആ ഒരു വ്യക്തിയോട്, സ്ത്രീയോട് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അവസ്ഥയോട് നമുക്കൊരു പിറ്റി, ഒരു ദയ തോന്നാൻ വേണ്ടിയിട്ടുള്ളൊരു ചാപ്റ്റർ അല്ല നമ്മൾ പഠിക്കുന്നത്. അതേസമയം നമുക്കൊരു റെക്കഗ്നീഷനാണ് അവിടെ ഇങ്ങനത്തെയും അവസ്ഥകൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അവരോട് നമുക്കൊരു എമ്പതി മാത്രം തോന്നിയാൽ പോരാ, മറിച്ച് നമ്മുടെ ഒരു ഉത്തരവാദിത്തം, ഒരു അക്കൗണ്ടബിലിറ്റിയോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ വളരെ ഓപ്പണായ രീതിയിൽ തന്നെ അദ്ദേഹം ആ ഒരു എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് എക്സ്പ്രസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രയും ആ ഒരു റെക്കഗ്നീഷൻ തരാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് വായനക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും പച്ചയ്ക്ക് പറയാമെന്ന് അറിയില്ലേ, ആ ഒരു രീതിക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ആ ഒരു എയിം വെച്ചിട്ടാണ് എന്നത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. കം നവംബർ, Sandal men, women and children walk down their villages in the hills and the far-flung corners of the Sandal Pargana to the railway station in the district headquarters.
അപ്പോൾ നവംബർ മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്താൾ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും കുട്ടികൾക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ വില്ലേജിൽ നിന്നും അവരുടെ ഹിൽ മേഖലകളിലുള്ള വില്ലേജുകളിൽ നിന്നൊക്കെ അവർക്ക് കുറേ ദൂരെയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വരികയാണ്. These Sandals villages, entire clans, make up long snaking processions as they abandon their lands and farms to take the train to Namal, the Bardhaman district of West Bengal, and the paddy fields there. അവർ മൊത്തം സാന്താൾസിൻ്റെ വില്ലേജും അവരുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും എല്ലാവരും ഒരു ജാഥ പോലെ അല്ലെങ്കിൽ ഒരു ഘോഷയാത്ര പോലെ അവരെന്ത് ചെയ്യാണ്, അവരവരുടെ നാടൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എവിടേക്ക് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്? വെസ്റ്റ് ബംഗാളിലുള്ള ബർധമാൻ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്ക്, അവിടുത്തെ പാടങ്ങളിലേക്ക്, അവിടുത്തെ വയലുകളിലേക്ക് ജോലി ചെയ്യാനും താമസിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ നാട് ഉപേക്ഷിച്ചിട്ട് അവർ പോവുകയാണ്. അതായത് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലാവസ്ഥ, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അവർ എന്ത് ചെയ്യണം, അവിടെ നിന്ന് അവർക്ക് ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ തേടി പോവുകയാണ്. ഇൻ ദ മന്ത് that these Sandal families will spend in Bardhaman, they will plant rice and other crops in farms owned by zamindars of Bardhaman. ബർദ്ധമാനിലെ ജമീന്ദാരുകളുടെയൊക്കെ ഫാമുകളിൽ ഇവരെന്ത് ചെയ്യും, അവിടെ പോയിട്ട് അവർ ഇതേപോലെ നെല്ലും അതേപോലെ മറ്റുള്ള കൃഷികളൊക്കെ അവർ ചെയ്യും. എന്നിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ലാഭം കിട്ടിയിട്ടോ ലാഭകൊതി കൊണ്ടോ പോകുന്നതല്ല, അവർക്ക് നിലനിൽക്കാൻ വേണ്ടി, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, തരണം ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. അവരുടെ ഒരു ഗതികേട് ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാട്ടോ. അത്രയും ഗതി കേട്ടിട്ടാണ് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചിട്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥ ആയതുകൊണ്ട്. 20-year-old തലമൈ കേസ്കു, തലമൈ എന്ന് പറയുന്ന നമ്മുടെ പ്രധാന കഥാപാത്രം is among the 43 people making this journey tonight. മൊത്തം 43 ആളുകൾ പോകുന്നത്, അതിൽ ഒരാൾ നമ്മുടെ തലമയാണ്. ഷീ along with her parents and one of her 2 sisters, കൂടെ പാരൻസിൻ്റെ അതേപോലെ തന്നെ 2 സഹോദരിമാരിൽ ഒരു സഹോദരിയുണ്ട്. Most of her village including her 3 brothers and 1 sister-in-law already left for ബർദ്ധമാൻ. ഓൾറെഡി വില്ലേജിൽ കുറേ ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട് ബർദ്ധമാനിലോട്ട്. അതിൽ ഇവരുടെ തന്നെ 3 സഹോദരന്മാരും ഒരു നാത്തൂനും ഒക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. തലമൈ ഈസ് എ സെക്കൻഡ് ഡോട്ടർ ഇൻ എ ഫാമിലി ഓഫ് 3 ഗേൾസ് ആൻഡ് 3 ബോയ്സ്. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമുള്ള ഒരു വീട്ടിലെ രണ്ടാമത്തെ മകളാണ്. ഹർ നെയിം റിഫ്ലക്ട്സ് എ ലാക്ക് ഓഫ് ഇമാജിനേഷൻ. അപ്പോൾ അവളെ നമ്മൾ എപ്പോഴും കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ വളരെ ക്രിയേറ്റീവായി ഇമാജിനേഷനൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ മീനിങ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, വല്ല വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷേ അവളുടെ പേരിൽ അതൊന്നുമില്ല. ഷീ ഈസ് എ മിഡിൽ ഡോട്ടർ ആണല്ലോ. അപ്പോൾ തീർച്ചയായും തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ എന്നുള്ള മീനിങ് ആണ്. അതേപോലെ മൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേൾ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അങ്ങനെയാണ് തലമൈ എന്ന് പറയുന്നൊരു പേര് അവൾക്ക് ഇടുന്നത്. അല്ലാണ്ട് അതിന് വലിയൊരു എന്താ പറയുക അർത്ഥം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ആയിട്ടൊന്നും അല്ല, ക്രിയേറ്റീവായിട്ട് ഇട്ടിട്ട് പേരൊന്നുമല്ല. തലമൈസ് ഫാമിലി ഈസ് ക്രിസ്ത്യൻ. അവരൊരു ക്രിസ്ത്യൻസ് ആണ്. One would have expected Talamai's parents to be learned enough to think of a nice creative name for their daughter. നമ്മൾ വിചാരിക്കും അവർ കുറച്ചും കൂടെയൊക്കെ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആവാം, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ക്രിയേറ്റീവായൊരു പേരൊക്കെ ആയിരിക്കും മക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിക്കും. Yet, despite the promises of education the missionaries made, Talamai's parents never go to see the inside of a school and neither did she. അങ്ങനെയൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുമെങ്കിലും കുറേ മിഷണറീസും കാര്യങ്ങളും വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോമിസൊക്കെ തന്നിട്ടുണ്ടെങ്കിലും തലമയുടെ പാരൻസിന് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് സ്കൂളിൻ്റെ അകം പോലും അവർ കണ്ടിട്ടില്ല. ദേ എയ്തർ ഗാദേർഡ് കോൾ ഓർ വർക്ക്ഡ് ഇൻ ദ ഫാംസ് ഓഫ് ബർദ്ധമാൻ. അവർ ആ ഒരു കോൾ ഗാദർ ചെയ്തിട്ടും അതേപോലെ തന്നെ ബർദ്ധമാൻ്റെ ഫാംസിലൊക്കെയാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അവർ ഈ മക്കളായാലും ഇവരുടെ പാരൻസ് ആയാലും ആരും സ്കൂളിൻ്റെ പടി കയറിയിട്ടില്ല നമ്മൾ പറയില്ലേ, വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയിട്ടില്ല. തലമൈ walks away from her group. She has been attracted by a man. He is young, fair, a Diku and a Jawan of the Railway Protection Force. അങ്ങനെ തലമയും ഈ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. അങ്ങനെ അവളിൽ ഒരു യങ് മാൻ അട്രാക്റ്റഡ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിക്കു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നോൺ ട്രൈബൽ ആയിട്ടുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ്, അവരുടെ കാറ്റഗറിയിൽ ഇല്ലാത്ത പുറത്തുനിന്നുള്ള ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം ഒരു ജവാനാണ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ്. ആലോചിക്കുക, പേരിൽ തന്നെ ഉണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലുള്ളൊരു വ്യക്തിയാണ് ഇവിടെ നമ്മുടെ വില്ലനായിട്ട് അല്ലെങ്കിൽ അവളെ ചൂഷണം ചെയ്യുന്ന ആ വ്യക്തിയായിട്ട് മാറുന്നത്. എ ബ്രെഡ് പക്കോറ ഇൻ ഹാൻഡ് ഹി ഹാസ് സിഗ്നൽഡ് ഹർ ടു അപ്രോച്ച് ആൻഡ് ഹാസ് ഡിസപ്പിയർ റൗണ്ട് എ കോർണർ. കയ്യിലൊരു ബ്രെഡ് പക്കോറ അവരുടെ ഒരു ഫുഡാണ്. ബ്രെഡ് പക്കോറ കയ്യിൽ വെച്ച് നമ്മൾ ഈ പട്ടിക്കുട്ടികളെയൊക്കെ ബിസ്ക്കറ്റ് കാണിച്ച് വിളിക്കില്ല, അത് കാണിക്കുമ്പോൾ അവരിങ്ങനെ വരുമല്ലോ, അതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ. നിങ്ങൾ ആലോചിക്കുക, ആ ഒരു ബ്രെഡ് പക്കോറ കാണിച്ചുകൊണ്ടാണ് അവൾക്ക് സിഗ്നൽ കൊടുക്കുന്നത്, അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. തലമായി ഡിബേറ്റ്സ് ഓഫ് ഷീ ഷുഡ് ഫോളോ ആൻഡ് ഡിസൈഡ്സ് ടു പോണോ പോണ്ടേന്നൊക്കെ ആദ്യം ആലോചിക്കുന്നുണ്ട്, പിന്നെ അവൾ പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഹി ഈസ് ഓഫറിങ് ഫുഡ് ആഫ്റ്റർ ഓൾ ആൻഡ് ഷീ ഈസ് ഹംഗ്രി. ആൾ ഫുഡാണ് ഓഫർ ചെയ്യുന്നത്, ആൾ ഭയങ്കര വിശപ്പിലുമാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് 10:30 PM ആൻഡ് ദേ സ്റ്റിൽ ഹാവ് അബൌട്ട് 2 hours ബിഫോർ ദെയർ ട്രെയിൻ അറൈവ്സ്. 10:30 മണിയായിട്ടുണ്ട്, അവർക്ക് ഇന്നും ട്രെയിൻ വരാൻ 2 മണിക്കൂറോളം സമയമുണ്ട്.
Are you hungry? The Jawan calls out as Talamai rounds the corner. You need food? He's standing in front of the policeman's quarters. നിനക്ക് വിശക്കുന്നുണ്ടോ, നിനക്ക് ഫുഡ് വേണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ അയാൾ നിൽക്കുന്നത് പോലീസ്മെൻ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലാണ്. പോലീസ്മെൻ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള വിഭാഗമാണ്, ആളുകളാണ്. അവിടെയാണ് ഈ അനീതി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിംബോളിസം ആലോചിക്കുക കേട്ടോ. യെസ്, തലമൈ ആൻസേഴ്സ്. യു നീഡ് മണി? യെസ്. വിൽ യു ഡൂ സം വർക്ക് ഫോർ മീ? നിനക്ക് പൈസ വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വേണം. വിശക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യുമോ എന്നും ചോദിക്കുന്നുണ്ട്. Talamai knows what work he's talking about. She has done it a few times by the Koila road where many Sandal women and girls steal coal from trucks. അപ്പോൾ ഇവൾക്ക് അറിയാം എന്താണ് അയാൾ ആവശ്യപ്പെടാൻ പോകുന്നതെന്ന്. അവൾക്ക് കറക്റ്റായിട്ട് അറിയാം. അവൾ മുന്നേയും അത് പലതവണയും ചെയ്തിട്ടുണ്ട്. മുന്നേ അവരുടെ കൊയില റോഡിലുള്ള സ്ത്രീകൾ, സാന്താൾ വിമനൊക്കെ കോള് മോഷ്ടിക്കുന്നത് കണ്ടിട്ട്, ട്രക്കിൽ നിന്നൊക്കെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് കോള് മോഷ്ടിക്കുന്നതൊക്കെ അവൾ കണ്ടിട്ടുണ്ട്. ഷീ നോസ് മെനി ഗേൾസ് ഹൂ ഡു വോണ്ട് വർക്ക് വിത്ത് ട്രക്ക് ഡ്രൈവേഴ്സ് ആൻഡ് അതർ മെൻ ആൻഡ് ഷീ നോസ് ദാറ്റ് ഓൺ ദയർ വേ ടു നമാൾ സാന്താൾ വിമൻ ഡു ദിസ് വർക്ക് ഫോർ ഫുഡ് ആൻഡ് മണി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ടു. അപ്പോൾ മറ്റുള്ള ട്രക്ക് ഡ്രൈവേഴ്സിനും മറ്റുള്ള പുരുഷന്മാരുടെ ഒക്കെ കൂടെ ഈ ഒരു ജോലി ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സ്ത്രീകളൊക്കെ ചെയ്യുന്നതായിട്ട് അവൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സാന്താൾ വിമൻ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിനും പൈസയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ സെയിം ജോലി ചെയ്യുന്നതായിട്ട് അവൾക്ക് അറിയുകയും ചെയ്യാം. യെസ്, Talamai says, and follows the policeman into the dark paved space behind the policeman's room. അങ്ങനെ അവൾ ശരിയെന്ന് പറഞ്ഞിട്ട് അയാളെ ഫോളോ ചെയ്ത് പോവുകയാണ്. The work does not take much time. The policeman is prepared. He spreads a gamcha on the ground and takes off his trousers. അപ്പോൾ ഒത്തിരി സമയമൊന്നും എടുക്കില്ല എന്ന് അവൾക്കറിയാം. ആൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആൾ എന്താ പറയുക, അവിടെ ഗംച്ച എന്ന് പറയുന്നത് അവിടുത്തെ ഒരു തരം ടവലാണ് കേട്ടോ. അത് അവിടെ തറയിൽ വിരിക്കുന്നുണ്ട്. അങ്ങനെ ആളുടെ ട്രൗസേഴ്സ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഹി ഓൾസോ ഹാസ് ടൈം ടു സ്ലിപ്പ് ഓൺ എ കോണ്ടം. Talamai too does not have to undress fully. She just takes off her lungi and saya. She knows the routine. അപ്പോൾ അവൾക്കറിയാം എന്താണ് അവിടുത്തെ, ഓൾറെഡി മുന്നേയും അവൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അറിയാം എന്താണ് അവിടുത്തെ റുട്ടീൻ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അവൾക്ക് കറക്റ്റായിട്ട് അറിയാം. The policeman grabs her buttocks, raises them and adjusting Talamai penetrates her. അപ്പോൾ ആ ഒരു വിശപ്പ് എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരൊറ്റ ബേസിക് നീഡിൻ്റെ പേരിൽ ആ ഒരു സാന്താള വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളുടെ ആ ഒരു അവസ്ഥ, ചൂഷണം ചെയ്യപ്പെടുന്ന, സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്ന, സെക്സ് ടോയ് ആയിട്ട് മാറേണ്ടി വരുന്ന ഒരു സ്ത്രീകളുടെ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കണം. Then he starts pumping, grunting as he heaves himself into her. Talamai lies quietly observing the changing contours of the policeman's face in the dim light. അവളവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവൾ അയാളുടെ ഒരു എക്സ്പ്രഷൻസ് മാത്രമേ അവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. കാരണം അവൾക്ക് അവിടെ വേറെ വോയിസ് ഇല്ല. അത് അവളവിടെ ഒരു എൻജോയ് ചെയ്യുന്നത് കൊണ്ടോ അവളുടെ സമ്മതം കൊണ്ടാണോ അതൊന്നുമല്ല. അത് അവളുടെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഗതികേടാണ്. At times the policeman grimaces, at times he smiles. Once he says, Sali, you Santal women are made for this only. You are good. Talamai sees nothing, does nothing. At one point, the policeman squeezes her breast out of her blouse. He bites them and sucks on her nipples. That hurts. അപ്പോൾ അവളെ സെക്ഷുവലി യൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ പോലും അയാൾ അവിടെ വാക്കുകൾ കൊണ്ട് പോലും എന്ത് ചെയ്യണം, അവളെ അബ്യൂസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണണം. അയാൾ അവിടെ എന്താ പറയുന്നത്, നിങ്ങൾ സാന്താൾ വിമൻ ഇതിന് വേണ്ടിയിട്ടാണുള്ളത്, അതായത് മറ്റുള്ള പുരുഷന്മാരെ സെക്ഷുവലി അപ്പീൽ ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി, പൈസയ്ക്ക് ശരീരം വിൽക്കാൻ വേണ്ടിയിട്ട്, ചൂഷണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ കൊണ്ടുപോലും അവളെ അവിടെ അബ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നു. അവളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു എന്താ നമ്മൾ പറയുക, എല്ലാം കൊണ്ടും അവളെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഡോണ്ട് സ്ക്രീം, ദ മാൻ പാൻസ്, ഡോണ്ട് സ്പീക്ക് എ വേർഡ് ഇറ്റ് വോണ്ട് ഹേർട്ട്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കരുത്, കരയരുത് എന്നൊക്കെ പറയുന്നത് അവിടെ അയാളുടെ ഒരു ഡോമിനേറ്റിംഗ് പവറാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു സൗണ്ട്, ഈവൻ ഒരു നോയ്സ് ഉണ്ടാക്കാൻ പോലുമുള്ള റൈറ്റ് ഇല്ലാതെ അവൾക്ക് അവിടെ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. Talamai takes care not to scream or even wince. She knows the routine. She has to do nothing, only spread her legs and lie quiet. അവൾക്കറിയാം അവൾക്ക് അവിടെ ശബ്ദം ഉണ്ടാക്കേണ്ടതൊന്നും ചെയ്യേണ്ടതായിട്ടോ ഇല്ല, അവൾക്ക് അവിടെ നിന്ന് കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അവൾക്കറിയാം എന്താണ് അവിടുത്തെ റുട്ടീൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് സർവൈവലിൻ്റെ സിമ്പലാണ്. അവളവിടെ സൈലൻസ് ആവേണ്ടി വരുന്നു എന്നുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾക്ക് ജസ്റ്റ് അവിടെ അതിജീവിക്കേണ്ടി വരികയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവളത് ചെയ്യുന്നത്. ഷീ നോസ് എവറിത്തിങ് ഇസ് ഡൺ ബൈ ദ മാൻ. അവൾക്കറിയാം എല്ലാം ആ ഒരു പുരുഷൻ തന്നെ ചെയ്തോളും, ഞാൻ അവൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഷീ ജസ്റ്റ് ലൈസ് passive, unthinking, unblinking, as cold as the paved ground. She can feel through the thin fabric of the gamcha, as still as an inert earthen ball into which a dark cloud empties itself. അവൾക്കറിയാം അവൾക്കവിടെ പ്രത്യേകിച്ചൊരു കാര്യം, അവൾക്കവിടെ
എന്താ പറയുക എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടില്ല. അവളവിടെ വെറുതെ കിടക്കുന്നുണ്ട്. അവൾ വളരെ പാസീവാണ്, ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് അൺബ്ലിങ്കിങ്, കണ്ണ് ചിമ്മുന്നു പോലുമില്ല. അവിടെ എന്താ ജസ്റ്റ് ഒരു പ്രതിമയായിട്ട് അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത വെറും ഒരു ബോഡി ആയിട്ട് അവളവിടെ മാറുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ആ ഒരു നിലത്തിൻ്റെ തണുപ്പ് അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അവൾ സ്വയം ആ ഒരു കോൾഡായിട്ട് മാറുകയാണ്, സ്വയം ഒരു ഡെഡ് ബോഡി എന്നുള്ള ഒരു രീതിക്ക് അവൾക്ക് സ്വയം തോന്നുകയാണ്. അല്ലാണ്ട് അവൾക്ക് വേറെ അവിടെ വികാരങ്ങളോ ഒരു ഇമോഷൻസോ ഒന്നും അവൾക്ക് അവിടെ ഫീൽ ആവുന്നില്ല, അവൾക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യവും വരുന്നില്ല. ഇൻ ലെസ് ദാൻ 10 minutes ദ വർക്ക് ഇസ് ഡൺ. 10 മിനിറ്റിനുള്ളിൽ ജോലിയെല്ലാം തീർന്നു. ദ പോലീസ്മാൻ ഹിയേഴ്സ് ഹിംസെൽഫ് അപ്പ് ആൻഡ് ഹെൽപ്സ് തലമായി ടു ഹെർ ഫീറ്റ്. ഹി ത്രോസ് ദ യൂസ്ഡ് കോണ്ടം എവേ ആൻഡ് വെയേഴ്സ് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അതേപോലത്തെ അയാൾ യൂസ്ഡ് കോണ്ടമൊക്കെ അയാൾ വലിച്ചെറിഞ്ഞിട്ട് അയാൾ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവിടെ അയാൾക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല, അയാളുടെ ആവശ്യം അവിടെ ക്ലിയർ ആയി. ദെൻ ഹി ഗിവ്സ് തലമായി 2 pieces ഓഫ് കോൾഡ് ബ്രെഡ് പക്കോറ ആൻഡ് 50 rupee നോട്ട് ദാറ്റ് ആൻഡ് വാക്സ് അവേ. എന്താ അവിടെ അവൾക്ക് കൊടുക്കുന്നത് 2 പീസ് ആ ഒരു ബ്രെഡാണ്, ബ്രെഡ് പക്കോറയാണ്. അതേപോലെ 50 രൂപയും അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ നടന്നകലാണ്. അപ്പോൾ എത്രത്തോളം ആ ഒരു ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ മറ്റത്തേക്ക് അവളെ തന്നെ കൊണ്ടെത്തിച്ചിട്ട് ആ ഒരു എന്താ പറയുക സിറ്റുവേഷനാണ്. എന്നിട്ട് അയാളുടെ പാട്ടിന് പോവുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു അവസ്ഥ ആലോചിക്കുക കേട്ടോ. ഷീ റീടൈസ് ഹെർ സായ ആൻഡ് ലുങ്കി ആൻഡ് സ്റ്റാഫ്സ് ദ 50 rupee നോട്ട് ഇൻ ടു ബ്ലൗസ്. അപ്പോൾ അവൾ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ആ ഒരു പൈസ അവളുടെ ബ്ലൗസിൽ വയ്ക്കുന്നുണ്ട്. ഷീ ദെൻ ഈറ്റ്സ് ബോത്ത് ദ ബ്രെഡ് പക്കോറാസ് ബിഫോർ വാക്കിംഗ് ബാക്ക് ടു ഹെർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ 2 പക്കോറ അവൾ തന്നെ കഴിക്കണം. അവൾക്കറിയാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് മേ ബി ഒന്നും കിട്ടില്ല എന്നുകൊണ്ടാവും, അല്ലെങ്കിൽ അവൾ മാക്സിമം വിശന്നിരിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇതെങ്ങനെ കിട്ടിയെന്നൊരു ചോദ്യം വരുന്നതുകൊണ്ടാവും. എന്തുകൊണ്ടാണെങ്കിലും അവൾ ആ ഫുഡ് അവിടെ തന്നെ കഴിക്കുന്നുണ്ട്, പൈസ അവളുടെ കയ്യിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, സബാൾട്ടൺ വിമൻ നേരിടുന്ന എക്സ്പ്ലോയിറ്റേഷൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവാനാണ് അദ്ദേഹം അത്രയും ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ഒന്നും പൊതിഞ്ഞു സൂക്ഷിക്കാതെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ആ ഒരു രീതിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് നോക്കുകയാണെങ്കിൽ അവരെ ഒരു തലമൈ എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് തൗസൻഡ്സ് ഓഫ് ആദിവാസി വിമനാണ്. ഒരു 1000കണക്കിന് ആദിവാസി സ്ത്രീകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അവിടെ അവർക്ക് അവരുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ് ഒരു കറൻസി ആയിട്ട് മാറാണ്. മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടി, അതിജീവിക്കാൻ വേണ്ടി, വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഉപകരണം മാത്രമായിട്ട് അവരുടെ ബോഡി അവർ മാറുന്ന അല്ലെങ്കിൽ അവർ മാറ്റുന്നതായിട്ട് അവരതിന് കൺസിഡർ ചെയ്യുന്ന അവരുടെ എല്ലാ ഡിഗ്നിറ്റിയും പണയം വെക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ ഒരു അവസ്ഥ, അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഒരു ഡെപ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. താങ്ക് യു.